ആരണ്യകം എന്നൊരു ദേശമുണ്ടായിരുന്നു. അവിടെ വീരസിംഹൻ എന്നൊരു കുതിരയും ഉണ്ടായിരുന്നു. വീരസിംഹൻ സ്ഥിരോത്സാഹിയും ആരെയും മത്സരത്തിൽ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവനുമായിരുന്നു. എന്നാൽ ആത്മവിശ്വാസം വളരെ കുറഞ്ഞ ആളായതിനാൽ എങ്ങുമെത്തുമെന്ന് ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. എങ്കിലും വിജയിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ പോലും ഒരു കൈ നോക്കാൻ വീരസിംഹൻ തയ്യാറായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു മല കയറുന്നതിനായി മത്സരം സംഘടിപ്പിക്കപ്പെട്ടു. വീരസിംഹനും പങ്കെടുക്കാൻ ഉറച്ചു. എല്ലാവരും മല കയറാൻ ആരംഭിച്ചു. കാഴ്ചക്കാരാകട്ടെ, നിങ്ങളെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല, വലിയ മലയാണ്, നിങ്ങൾ മരിച്ചു പോകും എന്നെല്ലാം ആർത്ത് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. മത്സരത്തിൽ വീരസിംഹൻ ഒഴിച്ചുള്ളവർ പിൻവാങ്ങുകയും വീരസിംഹൻ ഒരു വിധം മല കയറി. അങ്ങനെ വീരസിംഹൻ തന്നെ വിജയിച്ചു. എനിക്കറിയാമായിരുന്നു ഇയാൾ കഴിവുള്ളവനായതുകൊണ്ട് വിജയിക്കുമെന്ന്. വീരസിംഹത്തിൻ്റെ വിജയം കണ്ടുനിന്ന് ആർത്ത് വിളിച്ചവർ ഓരോരുത്തരായി പറയാൻ തുടങ്ങി. ഇത്രയധികം ആളുകൾ ആർത്ത് വിളിച്ച് നിരുത്സാഹപ്പെടുത്തിയിട്ടും നിങ്ങൾക്ക് എങ്ങനെ വിജയിക്കാൻ കഴിഞ്ഞു? സമ്മാനം നൽകുന്നതിനിടെ ഒരാൾ ചോദിച്ചു. ചോദ്യം മനസ്സിലാക്കി വീരസിംഹൻ പറഞ്ഞു, ഇവരെല്ലാം എന്നെ ആർത്ത് വിളിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നാണ് ഞാൻ കരുതിയത്. ഞാൻ മറ്റൊന്നും കേട്ടില്ല, കാരണം എനിക്ക് ചെവി കേൾക്കില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും ചുറ്റുമുള്ളവർ പറയുന്ന നെഗറ്റീവ് കമൻറ്റുകൾക്ക് ചെവി കൊടുത്തും നെഗറ്റീവ് സാഹചര്യങ്ങൾ ശ്രദ്ധിച്ചും ജീവിതത്തിൽ നേടിയെടുക്കാവുന്നതിൽ നിന്നും പിന്മാറാറുണ്ട്. നമുക്ക് ആത്മവിശ്വാസം വരേണ്ടത് പുറമേ നിന്നല്ല, സ്വയം നമ്മളിൽ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകണം. എങ്കിൽ ഏതു വിജയവും മത്സരവും സാധ്യതകളും കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയും. പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, ദൃഢനിശ്ചയത്തോടെ നമുക്ക് പരീക്ഷകൾക്കായി തയ്യാറെടുക്കാം. വിജയം നമുക്കൊപ്പമാണ്. നമുക്ക് കഴിയില്ലെങ്കിൽ ആർക്കും കഴിയില്ല.